പ്രണയം മധുരം പ്രണയം മധുരം മരിക്കാത്ത പ്രണയം ആർദ്രമിയോർമതൻ പടവിൽ ഞാനിരിപ്പോ മരിക്കാത്ത പ്രണയത്തിൻ മൂകബിംബം ഒരു കൊച്ചു കാറ്റെങ്ങാൻ വീശിയാലോ ഉലയും ഒരോളം പോൽ ഞാനിരിപ്പൂ പ്രണയം മധുരം രാവുറങ്ങി നീയുറങ്ങി നീർമിഴി തോർന്നീല. നമസ്കാരം. മരിക്കാത്ത പ്രണയത്തിൻ്റെ ഈ ആഴ്ചയിലെ അതിഥി നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന നമ്മുടെ പ്രിയങ്കരനായ ആരാധ്യനായ ഒരു നേതാവുണ്ടായിരുന്നു, ശ്രീ ടി.എം. ജേക്കബ് സാർ. അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ശ്രീമതി ഡെയ്സി ജേക്കബ്. നമസ്തേ മാഡം. നമസ്തേ. നമ്മുടെ വിഷയം അറിയാലോ, മരിക്കാത്ത പ്രണയം. ശരിക്കും ജേക്കബ് സാർ എന്നൊരു വ്യക്തി, ഒരു പൊളിറ്റീഷ്യൻ, അല്ലെ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്, അതല്ല ഞാൻ ഈ വിഷയത്തിലൂടെ പറയേണ്ട കാര്യമല്ല. അതിൽ നിന്നൊരു ഭിന്നമായ മുഖം, അതാണ് ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ അറിയാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ അദ്ദേഹത്തെ എപ്പോഴാണ് കണ്ടുമുട്ടലും ജീവിതത്തിലേക്ക് വന്ന വഴിത്തിരിവൊക്കെ? കണ്ടുമുട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറുപ്പം മുതലേ അറിയാമായിരുന്നു. വളരെ അടുത്തടുത്താണ് ഞങ്ങളുടെ വീടുകൾ. ഒരേ പഞ്ചായത്തിൽ ഒരേ സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത്. എൻ്റെ ചേച്ചിയുടെ ക്ലാസ്മേറ്റായിരുന്നു അദ്ദേഹം. ഒരേ സ്കൂളിൽ എൻ്റെ സിസ്റ്ററും അമ്മിണി ഞാനും ഒന്നിച്ചായിരുന്നു. പിന്നെ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചു. പിന്നെ കോളേജിലായപ്പം ഞാൻ കോലഞ്ചേരിയും UC കോളേജ് ആലും അങ്ങോട്ട് പോയി. അവരൊക്കെ ഇങ്ങോട്ടാണ്, തിരുവനന്തപുരത്തേക്കാണ്, പത്തനാപുരം തിരുവനന്തപുരം അങ്ങോട്ട് വന്നു. പിന്നെ MSW ലൈവിൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ വന്നപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരി അമ്മിണി വീണ്ടും ഞങ്ങൾ ഒന്നിച്ച്, അമ്മിണി അവിടെ MA സോഷ്യോളജിക്ക് പഠിക്കാൻ വന്നു. അപ്പം ഹോസ്റ്റലിൽ, ഒരേ ഹോസ്റ്റലായിരുന്നു ഞങ്ങൾ. ഹോസ്റ്റലിൽ അമ്മിണിയെ കാണാനായിട്ട് അദ്ദേഹം വരുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. വരുമ്പം ഞാനും കാണുമായിരുന്നു, എന്നെയും കാണുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദം അതങ്ങ് അടുപ്പത്തിലേക്ക് ഞങ്ങളെ ആക്കി. അതിൽ അമ്മിണിക്കൊരു പങ്കുണ്ടെന്ന് തന്നെ പറയാം. ഞങ്ങൾ ആരാണ് അങ്ങോട്ട്, അത് എന്നെയാണോ ഞാൻ അങ്ങോട്ടാണോ കൂടുതൽ സ്നേഹിച്ചതെന്ന് അറിയത്തില്ല. ഏതായാലും അതൊരു വലിയ ബന്ധത്തിന് 4 വർഷം ഞങ്ങൾ ഇഷ്ടപ്പെട്ട് നടന്നു. 72 മുതൽ 76 വരെ. 76-ലാണ് ഞങ്ങളുടെ വിവാഹം. ഫെബ്രുവരി 22-ാം തീയതിയായിരുന്നു. ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ആ ദിവസം, ഏറ്റവും നല്ല ദിവസമാണ് അന്ന്. ശരിക്കും എനിക്കത് പറഞ്ഞപ്പോൾ തന്നെ വളരെ ഒരു എന്താ പറയുക മനസ്സിലുണ്ട്. ജേക്കബ് സാറിൻ്റെ ഒരു പ്രണയത്തിൻ്റെ മുഖം എനിക്ക് നമ്മൾ പറയില്ല, എല്ലാം ഒരു അദ്ദേഹം എനിക്ക് നല്ലൊരു കലാകാരനുമാണ്. പല നാടകങ്ങളിലൊക്കെ ഞാൻ അതിനെക്കുറിച്ചൊക്കെ എൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അഫെക്ഷൻ? ഞാൻ പറഞ്ഞല്ലോ, 4 വർഷം ഞങ്ങൾ ഇഷ്ടപ്പെട്ട് നടന്നു. 72 മുതൽ 76 വരെ. 76 കഴിഞ്ഞിട്ട്
2011 ഒക്ടോബറിലാണ്, ഒക്ടോബർ 30 മരിക്കുന്നത്. അങ്ങനെ 36 വർഷം അങ്ങനെ ഞങ്ങൾ കുടുംബജീവിതം. അങ്ങനെ 40 വർഷത്തോളം ഞങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞു. അദ്ദേഹം അഫെക്ഷൻ എന്ന് പറയുന്നത് കരുതലായിരുന്നു ഞങ്ങളോട്. അപ്പം ഭർത്താവ് എന്ന നിലയിലും മക്കളോടുള്ളതും എല്ലാം കരുതൽ അദ്ദേഹത്തിന് കൂടുതലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒട്ടും ഷോയി ആയിരുന്നില്ല. അങ്ങനെ എനിക്കറിയാം ഒരു വാക്ക് അങ്ങ് എത്തി, ഇപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ എത്തിയോ എന്ന് ചോദിച്ചാൽ ഒരു വാക്ക് അത് മതി, അപ്പം സുഖമായിട്ട് എത്തി, ഒറ്റ വാക്കിൽ അതങ്ങ് തീരും പുള്ളിയുടെ. അങ്ങനെ ഒരു അഫെക്ഷൻ കൂടുതൽ കാണിച്ചിരുന്നില്ല. പക്ഷെ കുട്ടികളുടെ അടുത്ത് ഭയങ്കര അഫെക്ഷൻ വാത്സല്യം കാണിക്കുമായിരുന്നു ഞങ്ങളോട്. എൻ്റെ അടുത്ത് പിന്നെ എനിക്ക് ഒന്നറിയാം, വിവാഹത്തിന് മുമ്പും വിവാഹത്തിൻ്റെ ആ നാളുകളിലൊക്കെ അല്ലേ സാധാരണ കൂടുതൽ ഇഷ്ടം കാണുക. ഇതങ്ങനെ അതിലും കൂടുതലായിട്ട് ഓരോ ദിവസം ചെല്ലും തോറും ഞങ്ങളുടെ ഇഷ്ടം കൂടി വരുമായിരുന്നു. ആ കരുതലും സ്നേഹവും. എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് അസുഖം വന്നു കഴിഞ്ഞപ്പം കുറച്ചുകൂടെ സ്നേഹം കൂടി വരികയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഭിന്നമുഖം ഞാൻ ചോദിക്കുകയാണ്. അപ്പം ഭർത്താവ്, അച്ഛൻ എന്നുള്ള നിലയിലുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബത്തെക്കുറിച്ചുള്ള കരുതൽ, അത് എത്രത്തോളം, ഞാൻ പറഞ്ഞ TM ജേക്കബ് എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഏതെല്ലാം തരത്തിൽ? എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഏറ്റവും കൂടുതൽ വിവാഹത്തിന് മുമ്പ് എൻ്റെ അമ്മ, എൻ്റെ ചേച്ചി, അവരൊക്കെ ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അമ്മച്ചിയൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചത് വളരെ വിനയത്തോടെയും അതുപോലെ തന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കാനും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അച്ചച്ചൻ ഞങ്ങൾ വിളിക്കുന്നത്, ഞാനും കുട്ടികളും അച്ചച്ചൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഒരുപാട് വ്യത്യാസങ്ങളുള്ള ഒരുപാട് വലിയ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. കാരണം കഠിനാധ്വാനം, ഏത് കാര്യം ചെയ്യുന്നതിനും ഹാർഡ് വർക്ക് ചെയ്യാനും ആ കാര്യം അതിനോടുള്ള ആ ഡിറ്റർമിനേഷനും അതുപോലെ തന്നെ ആ പ്രതിബദ്ധത, ജോലിയോടുള്ള പ്രതിബദ്ധത. എന്നെ ജോലിക്ക് വിടാനൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. എനിക്കാണെങ്കിൽ എന്നെ ജോലിക്ക് പോകണമെന്നൊന്നും വലിയ താല്പര്യമില്ല. ഒരുവിധം സാമ്പത്തികമായി നല്ല നിലവാരം ഉണ്ടായിരുന്നു അവരുടെ കുടുംബത്തിൽ. ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ജോലിക്ക് പോകണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ എന്നെ ജോലിക്ക് വിടാനും അതിനെല്ലാത്തിനും അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആകണം എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് ജോലിയോടുള്ള പ്രതിബദ്ധത എനിക്ക് എപ്പോഴും അതുപോലെ നമ്മളെ പ്രൊമോട്ട് ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യും. അതുപോലെ കുഞ്ഞുങ്ങളെ, സാധാരണ ഭാര്യമാരൊക്കെ വീട്ടിലൊതുങ്ങി അങ്ങനെയല്ല, അതുപോലെ ഫ്രീഡം തരുമായിരുന്നു എനിക്ക്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ, അവരുടെ വിവാഹം, ഇതെല്ലാ കാര്യത്തിലും എല്ലാത്തിനും അദ്ദേഹം സമയം കണ്ടെത്തുമായിരുന്നു. ഒരിക്കൽ അതുപോലെ സാധാരണ രാഷ്ട്രീയക്കാർക്ക് വീട്ടുകാര്യത്തിലൊന്നും അങ്ങനെ ശ്രദ്ധ ഉണ്ടാവുകയല്ല എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേകതയായിരുന്നു. എനിക്കൊന്ന് കുടുംബത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, മക്കളെയും എന്നെയും. അതുപോലെ അമ്മ, സഹോദരൻ, അവരുടെ എല്ലാം കുടുംബങ്ങൾ, സഹോദരങ്ങളുടെ കുടുംബങ്ങളെക്കുറിച്ചൊക്കെ വളരെ കരുതലുണ്ടായിരുന്ന ഒരാളായിരുന്നു. ഇവിടെ നമ്മുടെ വിഷയം പ്രണയം ഇപ്പോൾ പറഞ്ഞല്ലോ, അത് ജീവിതത്തിൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. നമ്മൾ അത്തരക്കാരോടാണ് ഈ വിഷയം ചോദിക്കുന്നത്, അവർക്ക് ആധികാരികമായിട്ട് പറയാനുണ്ട്. ജീവിതത്തിൽ പ്രണയം എന്ന് പറയുന്ന വികാരത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, എങ്ങനെ അതിനെ ഒന്ന് നോക്കിക്കാണുന്നത്? ഈ പ്രണയം എന്ന് പറയുന്നതിനെക്കാട്ടിലും എനിക്ക് താല്പര്യം സ്നേഹം, ഇഷ്ടം അങ്ങനെ പറയുന്നതാണ്. കാരണം ആ പ്രണയം എന്ന് പറയുന്നത് യഥാർത്ഥ സ്നേഹമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും അതുപോലെ തന്നെ കഴിവുകളെ അഭിനന്ദിക്കുവാനും ഒക്കെ കഴിയണം. അതെല്ലാം അതുപോലെ ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും എല്ലാം ഈ പ്രണയിക്കുന്നവർക്ക് സാധിക്കും. ആ പ്രണയത്തിൽ കൂടെ ഇതെല്ലാം നമുക്ക് നിറവേറും. ഞങ്ങളുടെ ജീവിതത്തിൽ പരസ്പര വിശ്വാസമായിരുന്നു ഏറ്റവും വലുതായിട്ടുള്ള. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, പരസ്പര വിശ്വാസമുള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാകാൻ പറ്റൂ. അതുകൊണ്ട് വാഴ്വ്യമായെന്ന് പറഞ്ഞൊരു സിനിമയിൽ ഷീലയും സത്യനും അവർ കല്യാണം കഴിഞ്ഞു വെറുതെ നിസ്സാര സംശയത്തിൻ്റെ പേരിൽ പിരിഞ്ഞു. അപ്പോഴും അത് കല്യാണത്തിന് മുമ്പ് അത് പറയുമായിരുന്നു. എനിക്ക് തോന്നുന്നു യഥാർത്ഥ സ്നേഹമുള്ളിടത്ത് യഥാർത്ഥ തിരിച്ചറിയലും കൂടെയാണ് സ്നേഹം എന്ന് പറയുന്നത്. അവിടെ ഈ പറഞ്ഞ അവിശ്വാസത്തിന്റെ ഒന്നും വരുന്നില്ല. നമ്മൾ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് എന്താ ഒരാളെ നമ്മൾ ഇപ്പോൾ വേണം പറഞ്ഞ വാക്ക് തന്നെ ഉപയോഗിക്കാം, നമ്മളവരെ സ്നേഹിക്കുകയാണല്ലേ ശരിക്കും പറഞ്ഞാൽ. അദ്ദേഹത്തിന് ആ തലത്തെ കുറിച്ച് അറിയാമായിരുന്നിരിക്കും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഫ്രീഡവും എല്ലാം നല്ലതായിട്ട് ഫ്രീഡം ഞങ്ങൾക്ക് തന്നിരുന്നു, എനിക്കും അത് കുഞ്ഞുങ്ങൾക്കും ഒക്കെ. പക്ഷെ ആ ഫ്രീഡം നമ്മൾ ദുരുപയോഗപ്പെടുത്തുകയല്ല എന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. രാവുറങ്ങി
നീയുറങ്ങി നീർമിഴി തോർന്നീല. ഓർമ്മകൾ രത്നങ്ങൾ പോലെ തിളങ്ങുന്ന പൊയ്പോയ കാലത്തിൻ്റെ ചിത്രങ്ങളുടെ ശേഖരത്തിലേക്ക്. ജീവിതത്തിൽ എല്ലാവർക്കും ഉയർച്ച താഴ്ചകളുണ്ടാകും. അത് എത്ര ഉയരത്തിൽ നിൽക്കുന്ന ആളായാലും സാധാരണക്കാരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിലും വ്യക്തി ജീവിതത്തിലും ഞാൻ പറഞ്ഞ എപ്പോഴും മറ്റുള്ളവർ കൺസേൺ കൊടുക്കുന്ന ഇങ്ങനെ വന്നിട്ടുണ്ട്. ജീവിതത്തിൽ വന്ന് നമ്മളെ വന്ന് ക്ഷണിക്കപ്പെടാതെ വന്ന ദുരന്തങ്ങളെ ആഘാതങ്ങളെയൊക്കെ നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് അത് നേരിട്ടത്? ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഘാതമായിരുന്നു 96 അദ്ദേഹത്തിന് അസുഖം വന്നത്. പൾമണറി ഹൈപ്പർ ടെൻഷൻ എന്ന അസുഖം. അത് വന്നു കഴിഞ്ഞാൽ 1 വർഷത്തിൽ കൂടുതലൊന്നും ജീവിതം ഇല്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ വളരെ നിരാശയോടെയാണെന്ന് പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ പ്രാർത്ഥന, ഒരുപാട് പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിച്ചു. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രെയറായിരുന്നു. ആ ദൈവത്തിൻ്റെ മാത്രം ഒരു അത്ഭുതം പ്രവർത്തിച്ചതാണ് അച്ചച്ചന് വീണ്ടും 15 വർഷം കൂടെ കിട്ടി. ആ ജീവിത ആ സമയത്തും എല്ലാം അത് കഴിഞ്ഞും അച്ചച്ചന് മനോധൈര്യം നല്ല ആത്മബലത്തോടെ ഇരുന്നു. അതിനൊക്കെ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ പിന്നീടുള്ള ഓരോ വിമർശനങ്ങൾ, ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹം നേരിട്ടിരുന്നു. ആ വിമർശനങ്ങളൊക്കെ വരുമ്പോഴും ശരിയായിട്ടുള്ള വിമർശനങ്ങളാണെന്ന് തോന്നി അതിനെ ഉൾക്കൊള്ളാനും അല്ലാത്തതിനെ തള്ളിക്കളയാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. പ്രീ ഡിഗ്രി ബോർഡ് വന്നപ്പം ആ ഒരു ആശയം വളരെ ദീർഘവീക്ഷണത്തോടെ കൊണ്ടുവന്നതാണ്. പക്ഷെ അതിനെല്ലാവരും എതിർത്തു. അപ്പോഴും പറഞ്ഞു തീർച്ചയായിട്ടും ഒരു കാലത്ത് ഇത് ശരിയെന്ന് ഞാൻ ചെയ്യുന്ന ഇതാണ്, ഞാൻ പറഞ്ഞാണ് ശരിയെന്ന് കാലം തെളിയും. അതുപോലെ തന്നെ പിന്നീട് അത് വന്നു. അതുപോലെ 2004 മന്ത്രിസഭയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയപ്പോഴും 2006 പിറവത്ത് നിയമസഭ തിരഞ്ഞെടുപ്പിൽ പരാജിതനായപ്പോഴും എല്ലാം അദ്ദേഹം വളരെ സമചിത്തതയോടെ നിൽക്കാൻ കഴിഞ്ഞു. അതിന് കുടുംബത്തിൻ്റെ സപ്പോർട്ട്, ഞാനും അനൂപും അമ്പിളിയും അവരുടെ കുടുംബവും എല്ലാം അച്ചച്ചൻ്റെ ഒപ്പം. ഇതൊന്നും ഒരു കാര്യമല്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ നിന്നു. അതൊക്കെ അച്ചച്ചന് കരുത്തേകി. പിന്നെ അതിലുപരിയായിട്ട് ഈ 5 വർഷം വിശ്രമിച്ചിരുന്ന, അതായത് 2006 മുതൽ 2011 വരെ അച്ചച്ചൻ MLA ഒന്നും ആയിരുന്നില്ല. ആ സമയത്ത് ആണ് ഞങ്ങൾക്ക് 3 കൊച്ചുമക്കളെ ദൈവം തന്നത്. ആ കുട്ടികളെ ലാളിക്കുവാനും അവരുടെ കാര്യങ്ങളിലും ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു. അതെല്ലാം വളരെ സന്തോഷത്തോടെ ആ ദൈവം. അതിനിടയ്ക്ക് പറഞ്ഞു 7 ഇലക്ഷൻ ഞാൻ ജയിച്ചിട്ടുണ്ട്, ഒരു പരാജയം അനുഭവിച്ചു, അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അറിയണമല്ലോ എന്ന് പറഞ്ഞ് അതിനെല്ലാം നന്നായിട്ട് നേരിട്ടു. അതുപോലെ നിയമസഭയുടെ പ്രൊസീഡിങ്സ് എല്ലാം ഇങ്ങനെ കാണുമ്പോൾ അതിനെല്ലാം ശ്രദ്ധിച്ച്, അന്നേരം അതിൽ നിന്ന് മാറി നിൽക്കുമല്ല, നിയമസഭാ സാമാജികർക്ക് ക്ലാസ് എടുക്കാനും ഒക്കെ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. ആ സമയത്ത് അതുപോലെ പാർട്ടി കുറച്ചുകൂടെ ശക്തിപ്പെടുത്താനും സംഘടന അതിലെല്ലാത്തിനും. അപ്പം ഏതിനും അത് നന്നായിട്ട് അതിനെ കണ്ടെത്തും. പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അതൊരു ഭയങ്കര കഴിവായിരുന്നു. ഇതിലെല്ലാത്തിലും ദൈവാനുഗ്രഹവും ദൈവാശ്രയവും ഒരുപാട് പേർക്ക് അദ്ദേഹം, എനിക്ക് തോന്നി അസുഖം വന്നതിന് ശേഷവും അത് അനുഭവിക്കുന്ന പല ആൾക്കാർക്ക് അദ്ദേഹം നേരിട്ട് സഹായം എത്തിക്കുമായിരുന്നു. അതുപോലെ മരുന്നിന് വില കുറയ്ക്കണമെന്ന് എപ്പോഴും അവസാനം കിടന്നപ്പോഴും ലേക്ഷറിൽ വെച്ച് ഡോക്ടർ ഫിലിപ്പിൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോകുന്ന മരുന്നുകൾക്ക് വില കുറയ്ക്കുക. അപ്പോൾ എനിക്കൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് തരും, അല്ലെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റും. പക്ഷേ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ സിവിൽ സപ്ലൈസ് വഴി മരുന്നുകൾക്ക് വില കുറച്ച് കൊടുക്കാനുള്ള ഏർപ്പാടും ചെയ്യും എന്ന് പറഞ്ഞു. അതുപോലെ ചാരിറ്റി ചെയ്യാൻ ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതൊക്കെ സന്തോഷമായിരുന്നു. ചാരിറ്റി, അതുപോലെ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന ഒക്കെ സന്തോഷമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഞാൻ ഇടയ്ക്ക് ചോദിക്കാൻ വിട്ട ഒരു കാര്യമാണ്, കലാപരമായ ഒരുപാട് കഴിവുകൾ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും കലോത്സവ വേദിയിലൊക്കെ ആ സമയത്തുള്ള തീരുമാനം പ്രതിഭാപ്പെട്ട് ഏർപ്പെടുത്തുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ആ വശമൊക്കെ ഒന്ന് പറയാമോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാലൻസ്? സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങി ഈ കലാ സാംസ്കാരിക രംഗത്ത് വളരെ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. യൂത്ത് ഫെസ്റ്റിവലിൽ നിനക്ക് അതുപോലെ നാടകം അതൊക്കെ അന്നും അഭിനയിക്കുമായിരുന്നു. ഞങ്ങളൊക്കെ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് ഈ കലയോടുള്ള വലിയ താല്പര്യമായിരുന്നു. സാംസ്കാരിക മന്ത്രിയായിരുന്നു, അല്ല വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അപ്പം അന്ന് സാംസ്കാരികം കൂടെ അദ്ദേഹത്തിനായിരുന്നു.
അപ്പം ഈ സ്കൂൾ യുവജനോത്സവം വാസ്തവത്തിൽ ആ യുവജനോത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ 4 ദിവസവും അവിടെ ഇങ്ങനെ ഉറക്കളച്ച് കംപ്ലീറ്റ് പരിപാടി കാണാനായിട്ടിരിക്കും. അങ്ങനെ ആരും ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത്രയ്ക്ക് താല്പര്യമായിരുന്നു. അവരെ അത് കഴിഞ്ഞിട്ട് അതിൽ വിജയിച്ച പിള്ളേരെ എല്ലാം ഈ ഒരു ഫോറിൻ ടൂർ കൊണ്ടുപോകും പിള്ളേരെയും കൂട്ടി. അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഏഷ്യയിലെ 1ാമത്തെ ഉത്സവമായിട്ട് ഈ കലോത്സവം മാറ്റിയെടുത്തത്, ആ സ്വർണ്ണക്കപ്പ് ഉണ്ടാക്കിയതും അങ്ങനെ ഒരുപാട് ആശയങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമാ രംഗത്തൊക്കെ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾക്ക് അവർക്ക് ഈ ശബ്ദം ആരും അറിയുന്നല്ല, ആരുടെയാണെന്ന് കാണുന്നില്ലല്ലോ, അപ്പോൾ അവർക്ക് അവാർഡ് കൊടുത്തു. അതുപോലെ JC ഡാനിയൽ അവാർഡ്, അത് അച്ഛനാണത് ആ കാലത്താണ്. ഇന്നിപ്പം അതുപോലെ കരുണാനിധി സാറായിരുന്നു അന്ന് ചീഫ് മിനിസ്റ്റർ. അപ്പോൾ ആ സമയത്താണ് ഈ JC ഡാനിയൽ അവാർഡ് അച്ഛൻ അത് കൊണ്ടുവരുന്നത്. യാത്ര പറയുന്ന, ഞാൻ അതിനെക്കുറിച്ച് ക്ഷമിക്കാൻ ചോദിക്കുന്നതല്ല, നമുക്കറിയാം നമ്മളെല്ലാം വേർപിരിഞ്ഞ ആ ദിവസം എല്ലാവർക്കും വളരെ ഷോക്കിയായിരുന്നു. ഇപ്പോൾ പറഞ്ഞില്ല 15 വർഷം അദ്ദേഹം അത് അതിജീവിച്ചു. ഞാൻ ചോദിക്കുന്നത് അത് എങ്ങനെയാണ് മാഡം അത് ഉൾക്കൊണ്ടത് ശരിക്കും ജീവിതത്തിൽ? പലപ്പോഴും ഒരു അസുഖമുള്ള ആളായിരുന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യും, ICUയിൽ കയറ്റും, പക്ഷെ തിരിച്ചു വരും. ഒരു മിടുക്കനായിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്ന കാണുന്നത്. ഈ ലാസ്റ്റ് ഒരു വർഷം, അവസാനം ഒരു വർഷം ഇടയ്ക്കിടയ്ക്കൊക്കെ ഹോസ്പിറ്റലാകുമായിരുന്നു. എങ്കിലും ഈ പൾമണറി ഹൈപ്പർ ടെൻഷനുള്ളവർക്ക് സഡൻ ഡെത്ത് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഇത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ഹോസ്പിറ്റലിൽ 2 മുറിയിൽ മോൾക്ക് അസുഖമായിരുന്നു, അമ്പിളിക്കും അസുഖമായിട്ട് ഒരു മുറിയിലും അച്ഛൻ അടുത്ത മുറിയിലുമായിരുന്നു. അപ്പോൾ മോളെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അച്ഛൻ. അവളുടെ പതുക്കെ വീൽ ചെയറിൽ വന്നിട്ട് പറയും, അച്ഛനെ കണ്ടുപിടിച്ച് അച്ഛൻ എന്ത് ധൈര്യത്തോടെ ഇരിക്കുന്നത് എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം ആ മരിക്കുന്നതിന് തലേ ദിവസം, അതിന് 2 ദിവസം മുമ്പ് വരെ തന്നെ താൻ കുളിക്കും, നടന്ന് നോക്കും, എല്ലാം അങ്ങോട്ട് ഫയൽ നോക്കും, അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരുന്ന പെട്ടെന്നാണ് ഈ സോഡിയം ലെവൽ താഴെ പോയി കോമയിലേക്ക് പോകുമായിരുന്നു. പക്ഷേ TV-യിൽ വാർത്ത ഈ ഒക്ടോബർ 30 10 TV-യിൽ വാർത്ത വന്നപ്പോഴും ഞാൻ അടുത്തുണ്ട്. പക്ഷേ അച്ഛൻ മരിച്ചു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒന്നും പറയാതെ അങ്ങ് പോവുമായിരുന്നു. പിന്നെ ഞാൻ ഓർക്കുമായിരുന്നു, എല്ലാ അച്ഛൻ്റെ 26 വയസ്സിൽ 25 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. എല്ലാം നേരത്തെയായിരുന്നു. 25 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. 26 വയസ്സിൽ ആദ്യം ഏറ്റവും ചെറുപ്പക്കാരൻ MLA ആയിട്ട് വന്നു. 27 വയസ്സിൽ മോനുണ്ടായി. 32 വയസ്സിൽ ഏറ്റവും ചെറുപ്പമുള്ള മന്ത്രിയായി വന്നു. 56 വയസ്സായപ്പം കൊച്ചുമക്കളെ കിട്ടി, മുത്തച്ഛനായി. മരണവും നേരത്തെ 60 വയസ്സായപ്പം പോയി. പക്ഷെ അത് ഇപ്പോഴും അച്ഛൻ പോയി എന്ന് എനിക്കങ്ങോട്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല. കാരണം എപ്പോഴും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു വിഷമം വരുമ്പോൾ അച്ഛനെ കുറിച്ചുള്ള ആ ഓർമ്മകൾ മാത്രം മതി എനിക്ക് ധൈര്യം കിട്ടാൻ. ആത്മബലം മോൻ്റെ ഇലക്ഷൻ്റെ സമയത്തും ഒക്കെ അച്ഛനെ കുറിച്ച് ഓർക്കുന്നത് ഒരു വേദനയുണ്ടെങ്കിലും അതൊരു സുഖമുള്ള ഓർമ്മകളെ എനിക്കുള്ളൂ, നല്ല ഓർമ്മകളേ ഉള്ളൂ. ഒരു ദിവസം പോലും ഞങ്ങൾ പിണങ്ങിയിരുന്നിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ ശൂന്യതയിൽ എങ്ങനെ ഈ സ്നേഹം നിലനിർത്തുന്നു ഒരു വ്യക്തിയോടുള്ള? അച്ഛന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉദ്ദേശിക്കുന്ന കുറച്ച് ജീവകാരുണ്യ ചാരിറ്റി ചെയ്യുക. അച്ഛൻ്റെ പേരിലൊരു ട്രസ്റ്റ് ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണം. എനിക്ക് ഇനിയിപ്പം റിട്ടയർമെൻറ്റ് ജൂലൈയിൽ ഞാൻ റിട്ടയർഡാകും. അത് കഴിഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇഷ്ടമുള്ള
എനിക്കറിയാം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതെല്ലാം ചെയ്ത് നമ്മളെ കൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടെങ്കിൽ, ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവർക്കൊരു പ്രയോജനം ഉണ്ടെങ്കിൽ അത് ചെയ്യണം. ഇത്രയും മനോഹരമായി ഒരാളെ പ്രണയിക്കുക എന്ന് പറയുന്നത്, ഞാൻ തൽക്കാലം എപ്പിസോഡിൽ നിന്ന് വാക്ക് മാറ്റുന്നു, സ്നേഹിക്കുക അല്ലേ, ഒരാളെ മനോഹരമായി സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരു ഉദാത്തമായ ഭാവ കലയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്രയും 40 വർഷം ജീവിതത്തിൽ പറഞ്ഞു തിരിച്ച് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടുള്ള ഒരു ദിവസം പോലും പിണങ്ങിയിരുന്നില്ല പറയുന്നത്. അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തിയോട് ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടിയും ചോദിക്കുകയാണ്, ഈ ഒരാളെ, ഒരു വ്യക്തിയെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോഴും എങ്ങനെയായിരിക്കണം അവരോടുള്ള സ്നേഹത്തിൻ്റെ തീവ്രത? പ്രേക്ഷകരോട് തന്നെ മാഡത്തിന് പറയാം. സ്നേഹിച്ച ആളെ വിവാഹം കഴിക്കാൻ സാധിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു സൗഭാഗ്യമാണ്. വിവാഹത്തിന് മുമ്പ് കുറ്റങ്ങളും കുറവുകളും പരസ്പരം മനസ്സിലാക്കാനും അതുപോലെ എല്ലാ കാര്യങ്ങളും അടുത്തറിയാൻ കഴിയുന്നത് അതും നല്ലതാണ്. നമുക്കതനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഈ പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, സ്നേഹം കൊണ്ട് എല്ലാം സാധിക്കും. പരസ്പരം സ്നേഹിച്ചും വിശ്വസിച്ചും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് പ്രണയ വിവാഹമായാലും അറേഞ്ച്ഡ് മാരേജ് ആയാലും ആ ജീവിതം സഫലമായിരിക്കും. എന്തായാലും ഈ തീവ്രമായ സ്നേഹത്തിനും എന്താ പറയുക, അപ്പം കേട്ട നമ്മുടെ മനസ്സിൽ തന്നെ ഒരു വിങ്ങലമുണ്ട്. ഇത്രയും മനോഹരമായി ജീവിച്ച ആ ജീവിതത്തിനും സാറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിലും ഞാൻ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് വേണ്ടി എൻ്റെ സ്വന്തം പേരിലും ഞാൻ, ഒപ്പം തന്നെ നമ്മുടെ വിഷയം ഇന്നത്തെ നമ്മുടെ അതിഥിയായി കിട്ടിയിരിക്കുന്ന എല്ലാം കൊണ്ടും സാർത്ഥകമായെന്ന് തോന്നുന്നു. അതുകൊണ്ട് മാഡത്തിന് ഈ പറഞ്ഞ വിഷൻസും ജീവിതത്തിലെ ആഗ്രഹങ്ങളും എല്ലാം സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ആ മനോഹരമായ പ്രണയത്തിൻ്റെ ഓർമ്മകളിൽ ജീവിക്കാനും എന്നും ഈശ്വരൻ ശക്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഔദ്യോഗിക ജീവിതത്തിനിടയിലും തിരക്കിനിടയിലും ഒക്കെ ഇത്രയും സമയം കണ്ടെത്തി ഇതിനെ അനുവദിച്ച ആ സൗഭാഗ്യത്തിന് നന്ദി പറയുന്നു. നമസ്തേ. അദ്ദേഹം ഇവിടെ സജീവമായിരുന്നു. ഇന്ന് ഈ കസേര ശൂന്യം. പ്രണയം മധുരം. എങ്കിലും എത്രയോ കാലം ഒരുമിച്ച് ജീവിച്ച നിറമുള്ള നാളുകൾ. ഇന്ന് പ്രണയത്തിൻ്റെ കൈവഴികളിൽ ഒറ്റപ്പെട്ടുവെങ്കിലും ആ സുഖമുള്ള ഓർമ്മകളിൽ ഒരാൾ ജീവിച്ചിരിക്കുന്നു. കാർമേഘം മൂടിയാലും വീണ്ടും തെളിയുന്ന പ്രണയമെന്ന നിലാവ് പോലെ.